മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ ഈശോനാഥൻ വലിയൊരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അവന്റെ അരികിലേക്ക് കടന്നു ചെന്ന് അവനെ സ്പർശിക്കുകയാണ്. അവനെ ഒന്ന് സ്പർശിച്ചാല് തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഈ സ്ത്രീ വിശ്വസിച്ചിരുന്നു. അവളുടെ ആ സ്പർശനം ഈശോനാഥൻ തിരിച്ചറിയുകയാണ്. ഉടനെ ഈശോ ചോദിക്കുകയാണ്, എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ ശിഷ്യന്മാര് പറയുന്നുണ്ട്, കർത്താവ് ഒത്തിരി പേര് ചുറ്റും കൂടി നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ ആരെന്ന് എങ്ങനെ അറിയും? അപ്പോൾ ഈശോ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്, അതല്ല, ഒരു വ്യക്തി എന്നെ തൊട്ടു. ആ സ്ത്രീ ഈശോയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ്. അവളുടെ വിശ്വാസം കണ്ട് കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുക്കുന്നു. വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഹൃദയം നൊന്ത് ഒരു വ്യക്തി കർത്താവിനെ സ്പർശിച്ചപ്പോ കർത്താവ് അതറിഞ്ഞു. ഒത്തിരി പേരും ഉണ്ടായിരുന്നു, അവരെല്ലാം ഈശോയെ തൊടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ സ്ത്രീയുടെ ഹൃദയ നൊമ്പരം കർത്താവ് അറിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേരുടെ നടുവിൽ നിന്നുകൊണ്ട് നീ നിലവിളിച്ച് കരഞ്ഞാല് കർത്താവ് അത് കേൾക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നീ വിചാരിക്കുന്നുണ്ടാകും, എത്രയോ പേര് കരയുന്നുണ്ട്, എത്രയോ പേര് നിലവിളിക്കുന്നുണ്ട്, എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ എന്റെ പ്രാർത്ഥന എങ്ങനെ കർത്താവിന്റെ സന്നിധിയിലെത്തും, കർത്താവ് അത് എങ്ങനെ കേൾക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടാവാം. വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും അറിയുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. നീ ആരുടെയൊക്കെ നടുവിൽ നിന്നാലും, എത്ര വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാലും, നീ എന്ന വ്യക്തിയുടെ ഉള്ളിന്റെ നൊമ്പരത്തെ, നിന്റെ ജീവിത പ്രശ്നങ്ങളെ കർത്താവ് വ്യക്തിപരമായി തന്നെ അറിയുന്നുണ്ട് എന്ന് നീ മറന്നു പോകരുത്. നിന്റെ വിശ്വാസം അതായിരിക്കണം, കർത്താവ് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ട്. എന്നെ വ്യക്തിപരമായിട്ട് കർത്താവ് അറിയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കർത്താവ് അറിയുന്നുണ്ട് എന്നുള്ള ആഴത്തിലുള്ള ഒരു വിശ്വാസം പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിലുണ്ടാകണം. ഈശോനാഥൻ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നവനാണ് കർത്താവെന്ന. ഈ ദിവസം നിന്റെ ഉള്ളിലുള്ള ചിന്തയും ഇതായിരിക്കട്ടെ, ഈശോനാഥൻ നിന്നെ വ്യക്തിപരമായി അറിയുന്നു, നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു, നിന്നെ വ്യക്തിപരമായി കാണുന്നു. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ആ പ്രശ്നങ്ങളുടെ മേല് കരുതലുള്ളവനാ കർത്താവ്. നിന്റെ ജീവിതത്തിന്റെ മേല് കരുതലുള്ളവനാ കർത്താവ്. കരങ്ങളെ യാചനയോടെ പിടിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളൊക്കെ സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. വ്യക്തിപരമായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ കൈവിടരുതേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അവിടുത്തെ വലതുകരം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാല്, ഈ ദിവ്യകാരുണ്യത്താല് ഇപ്പോൾ കേൾപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങളും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.